സർ, ആദ്യം തന്നെ നിഫ്റ്റിയിലേക്ക് നോക്കുമ്പോൾ 21,700 എന്നൊരു മാർക്ക് മറികടന്നുകൊണ്ട് തന്നെയാണ് ഇന്നിപ്പോൾ വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത്. 21,715 എന്നൊരു നിലവാരം രേഖപ്പെടുത്തിയിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ 21,737.25 എന്ന നിലവാരത്തിൽ ഏകദേശം 0.38% നേട്ടത്തിലാണ് നിഫ്റ്റിയിൽ വ്യാപാരം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും എക്സ്ട്രീംലി ബുള്ളിഷ് ആയിട്ടുള്ളൊരു നിഫ്റ്റി മാർക്കറ്റിൽ ഒരു നിക്ഷേപകർ ഇന്ന് അല്ലെങ്കിൽ ഒരു ലോങ് ടേമിലേക്ക് സ്വീകരിക്കേണ്ട നിലപാടുകൾ എന്തൊക്കെയാണ്? ഇന്ന് നമ്മൾ കഴിഞ്ഞ 10 ദിവസം മുൻപ് നടന്ന കറക്ഷനെ തുടർന്ന് ഇന്ന് 5ാമത്തെ തുടർച്ചയായ ഒരു ദിവസമാണ് നമ്മൾ നേട്ടം കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50യിൽ നമ്മൾ പൂർണ്ണമായിട്ട് ഷോർട്ട് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ അടുത്ത മേജർ 2 ടാർഗറ്റ്സ്, ആദ്യത്തത് 21,900, അതിനെ തുടർന്ന് 22,000 പോയിന്റ് ആയിരിക്കും. ആൻഡ് ഇപ്പോൾ ആദ്യത്തെ നിമിഷങ്ങളിൽ നമുക്ക് ചില എൻട്രി ലഭിച്ചിരിക്കുന്ന സ്റ്റോക്സ് അഗെയിൻ ദ ലോ വാല്യൂ PSU ബാങ്ക്സ്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, IOB മുതലായ സ്റ്റോക്സിലൊക്കെ ബുള്ളിഷ് ട്രിഗേഴ്സ് ക്ലിക്ക് ആയിട്ടുണ്ട്. ഡെഫിനറ്റ്ലി ഐ തിങ്ക് ഇൻ ദീസ് സ്റ്റോക്സ് ഷോർട്ട് ടേമിന് വേണ്ടി നമുക്ക് ലോങ് പൊസിഷൻസ് കൺസിഡർ ചെയ്യാം. നിഫ്റ്റി നല്ലൊരു മുന്നേറ്റം തന്നെയാണ് ഇപ്പോൾ കാഴ്ചവെക്കുന്നത്. 21,700 തന്നെയാണ് നമുക്ക് ആദ്യ നിമിഷങ്ങൾ തന്നെ മറികടത്തിയിരിക്കുന്നത്. നിന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് സർ ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റി എക്സ്പയർ ദിനം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തെ ട്രേഡിംഗ് ഇൻട്രാഡേ സർ, ഇന്നത്തെ എങ്ങനത്തെ ട്രേഡേഴ്സ് ഇൻട്രാഡേ ലെവൽസ് എന്തൊക്കെയാണ് പരിഗണിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അവർ ഇന്നത്തെ ക്ലോസ് ചെയ്യാൻ അഡ്വൈസ് ആണോ? അത് പുതിയതായിട്ടുള്ള ലോങ് പൊസിഷൻസ് എൻട്രി ചെയ്യാനുള്ള ഒരു സമയം നല്ലൊരു സമയം തന്നെയാണോ? അത് ടെക്നിക്കൽസ് ലെവൽസ് ഏതൊക്കെയാണ് സർ പരിഗണിക്കേണ്ടതെന്ന് കൂടി സാർ ഒന്ന് പറഞ്ഞുതരാമോ? Nifty Bank Index outlook continues to be very bullish. As far as I am concerned, expiry date കാരണം നമ്മൾ ഒരു ലോങ് പൊസിഷൻ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് പുതിയൊരു ഓൾ ടൈം ഹൈയിലോട്ട് എത്തിച്ചേർന്നിരിക്കുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് ഇമീഡിയറ്റ്ലി നമുക്ക് വരും സെഷൻസിൽ ഈ ലെവൽസിൽ നിന്നും ചുരുങ്ങിയത് 300-400 പോയിന്റിന്റെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. ഈ ഒരു ബെയറിഷ് ട്രെൻഡ് ഇന്ന് റിവേഴ്സ് ചെയ്യപ്പെടണമെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 40,290 പോയിന്റിന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യണം. അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന്. സർ, ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി IT-യിലും, അതായത് തുടക്കത്തിലൊരു ഫ്ലാറ്റ് ഒരു നെഗറ്റിവിറ്റി ഫ്ലാറ്റ് ട്രെൻഡിൽ വ്യാപാരം ആരംഭിച്ച നിഫ്റ്റി IT ഇപ്പോൾ ഒരു നേട്ടത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. 0.24% നേട്ടത്തിൽ 35,827.5 എന്നൊരു റേഞ്ചിലാണ് ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് പോകുന്നത്. പ്രധാനമായിട്ടും സൂചികയിൽ ആദ്യം ഏറ്റവും അധികം നേട്ടം നൽകിയിരിക്കുന്ന വിപ്രോ തന്നെയാണ്. 0.8% മുകളിലാണ് വിപ്രോ ഇപ്പോൾ നൽകുന്ന നേട്ടം. നിഫ്റ്റി IT സംബന്ധിച്ച് സാറിൻ്റെ ഒരു ലോങ് ടേം എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? വിപ്രോ എന്ന ഓഹരിയെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ ഒരു സൂചിക അല്ലെങ്കിൽ ഒരു ഓഹരിയിൽ സാർ കാണുന്ന അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ ഏതൊക്കെയാണ്? Nifty IT outlook is very much bullish, and കഴിഞ്ഞ ഒരു 5-8 സെഷൻസിൽ we are seeing a consolidation happening. And Nifty IT ഇൻഡെക്സിന്റെ കേസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു റെസിസ്റ്റൻസിൽ 36,200 പോയിന്റ് ആയിരിക്കും. ആൻഡ് വരും സെഷൻസിൽ മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് നിഫ്റ്റി IT ഇൻഡെക്സ് ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്പെസിഫിക്കലി വിപ്രോയുടെ കേസ് എടുക്കുമ്പോഴേക്കും വിപ്രോ ഇസ് അഗൈൻ എ ടേൺ റൗണ്ട് സ്റ്റോറി. ആൻഡ് നവംബർ മാസത്തിൽ 370 രൂപയിൽ ട്രേഡ് ചെയ്തിരുന്ന വിപ്രോ ടുഡേസ് ട്രേഡിംഗ് അറ്റ് മോർ ദാൻ 470 rupees. ഔട്ട്ലുക്ക് കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. നമ്മൾ ലോങ് പൊസിഷൻസ് ക്ലോസ് ചെയ്യേണ്ട ഒരു കാരണവും ഞാൻ കാണുന്നില്ല. കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ഒട്ടുമിക്ക സൂചികളും ഒട്ടുമിക്ക വിപണികളും നല്ലൊരു മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ സൊമാറ്റോ ഓഹരിയിൽ നല്ലൊരു ഇടിവ് രേഖപ്പെടുത്തുന്നു. 2% മേലെയാണ് നമുക്ക് സൊമാറ്റോ ഓഹരിയിൽ നമുക്ക് ഇടിവ് കാണാൻ സാധിക്കുന്നത്. ഒരു അപ്ഡേറ്റ് ഉണ്ട് സാർ. നമുക്ക് ആ അപ്ഡേറ്റ് പറ്റി നോക്കിക്കഴിഞ്ഞാൽ സൊമാറ്റോ ഓഹരിയിൽ ഒരു ഷോ കോസ് നോട്ടീസാണ് DGST പൂനെ നമുക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലയബിലിറ്റി 402 കോടിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ സൊമാറ്റോ ഓഹരിനെ പറ്റി സാറിൻ്റെ ഈ കാഴ്ചപ്പാട് എങ്ങനെയാണ് സാർ? സൊമാറ്റോയുടെ ഷോ കോസ്റ്റ് നോട്ടീസിലൊന്നും ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ അതിന് കാര്യമായിട്ട് ഒരു ശ്രദ്ധ കൊടുക്കേണ്ട ആവശ്യം ഞാൻ കാണുന്നില്ല. കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ലോങ് പൊസിഷൻ. സൊമാറ്റോയുടെ കേസിൽ അടുത്തൊരു മേജർ ടാർഗറ്റ് 140 രൂപയായിരിക്കും. ഔട്ട്ലുക്ക് ആൻഡ് ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി വെരി വെരി ബുള്ളിഷ്. നമ്മുടെ കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സപ്പോർട്ട് ഏരിയ
will be approximately 112 rupees. 112 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ സൊമാറ്റോയുടെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ പോകുന്നുള്ളൂ. സാർ, ഐ ടി മേഖലയിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു കമ്പനിയിലേക്കാണ് സാറിൻ്റെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. തൻല പ്ലാറ്റ്ഫോംസുമായിട്ട് ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. തൻല പ്ലാറ്റ്ഫോം നിലവിൽ 0.02% വളരെ ഫ്ലാറ്റ് നോട്ടിൽ, വളരെ നേരിയൊരു നേട്ടത്തിൽ 1112 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓഹരിയുടെ ഒരു 50 രൂപ ഹൈ നോക്കുകയാണെങ്കിൽ ജൂലൈയിലായിരുന്നു ഒരു 50 രൂപ ഹൈ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. 1317.95 എന്നൊരു റേഞ്ച്. തൻലയെ പറ്റിയുള്ള സാറിൻ്റെ ഒരു വ്യൂ എന്താണ്? ഈ ഒരു ഓഹരിയിൽ ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട ലോങ് ടേം സ്റ്റാൻസ് എന്താണ്? വെരി വെരി ബുള്ളിഷ് ഓൺ ടാൻല. സോ ടാൻലയിൽ ഒത്തിരി മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു കറക്ഷൻ പൂർത്തിയായെന്ന് നമുക്കൊരു ഇൻഡിക്കേഷൻ ലഭിച്ച നവംബർ മാസം അവസാനത്തോടു കൂടിയായിരുന്നു. ആൻഡ് സ്റ്റോക്ക് ഇസ് ക്രിയേറ്റിംഗ് എ വെരി നൈസ് ബുള്ളിഷ് സെറ്റപ്പ്. നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെസിസ്റ്റൻസ് ലെവൽ 1170 രൂപയായിരിക്കണം. ആ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഇമീഡിയറ്റ്ലി 100 മുതൽ 150 രൂപയുടെ നേട്ടം പ്രതീക്ഷിക്കാം. സർ, നമുക്ക് ചോദിക്കേണ്ടത് JSW സ്റ്റീലിനെ കുറിച്ചാണ്. JSW സ്റ്റീൽ നല്ലൊരു മുന്നേറ്റം തന്നെയാണ് കാഴ്ചവെക്കുന്നത്. ഇന്നത്തെ ആ ഒരു ഷെയർ പ്രൈസിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ 1% നേട്ടം കാണാൻ സാധിക്കുന്നത്. 52 വീക്ക് റേഞ്ചുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 649.05 നമുക്ക് 52 വീക്ക് ലോ നമുക്ക് സ്ഥാപിച്ച ഓഹരി. നമുക്ക് 52 വീക്ക് ഹൈ നമുക്ക് കാണാൻ സാധിച്ചത് 895.75 എന്നുള്ള ഒരു ലെവലുകളിലാണ്. അപ്പോൾ ഇത് നമുക്ക് മുന്നോട്ടുള്ള നമുക്ക് ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നമുക്ക് ട്രേഡേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട നമുക്ക് ലെവലുകൾ ഏതൊക്കെയാണ്? So JSW Steel, the case outlook continues to be very very bullish. So short positions പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. However, ഈ ഹൈ ലെവൽസിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും ഞാൻ കാണുന്നില്ല. നമ്മുടെ കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അടുത്ത 2 ടാർഗറ്റ്സ് ശ്രദ്ധിച്ചിരിക്കുന്നത് 900 and 920. സ്റ്റോക്കിൽ നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവൽ 810. സർ, അടുത്തതായിട്ട് ആരതി ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി ഇപ്പോൾ 0.94% ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. ഇന്നലെ ഒരു 50 രൂപ ഹൈ ആയിട്ടുള്ള 649.65 എന്നൊരു റേഞ്ച് ടച്ച് ചെയ്യാനായിട്ട് ഓഹരിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആരതി ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? സോ അനില പറഞ്ഞത് വളരെ ശരിയാണ്. നമ്മൾ ആർത്തി ഇൻഡസ്ട്രീസിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് ഓൺലി നോർമൽ പ്രോഫിറ്റ് ടേക്കിംഗ്. ഒക്ടോബർ മാസം അവസാനത്തോടു കൂടി നമുക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിച്ച ഏറ്റവും ലോവസ്റ്റ് ലെവൽ 440 ആയിരുന്നു. ആൻഡ് ഇന്നലത്തെ ട്രേഡിംഗിൽ ഇറ്റ് ക്രോസ് മോർ ദാൻ 640. സോ ഒരു 40-50 രൂപയുടെ ഒരു കറക്ഷൻ ഇസ് വെരി മച്ച് നോർമൽ. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 555 രൂപ നമ്മൾ സപ്പോർട്ടായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഈ കറന്റ് ലെവൽസിൽ പുതിയൊരു ലോ റിസ്ക് എൻട്രി അവസരം ഞാൻ കാണുന്നില്ല. ലെറ്റ് ദ കറക്ഷൻ ഗെറ്റ് ഓവർ. സോ നമ്മൾ കനറ ബാങ്കിനെ കുറിച്ച് അറിയേണ്ടിയിരിക്കുന്നു. കനറ ബാങ്കിൽ നല്ല ഷെയർ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 2.38% നേട്ടമാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഷെയർ പ്രൈസ് ഇപ്പോൾ 442.7 വ്യാപാരം ചെയ്യുന്നത്. 52 വീക്ക് റേഞ്ച് നോക്കുകയാണെങ്കിൽ 268.8 നിന്നും 454.7 വരെ ഇത്തരമൊരു ഓഹരിക്ക് ക്ലോക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സാറിൻ്റെ ഈ കനറ ബാങ്കിനെ പറ്റിയുള്ള വ്യൂസ് എന്താണ് സർ? See, Canara Bank naturally is a public sector bank. Outlook continues to be very, very bullish. England, compared to UCO Bank, IOB, Punjab and Sindh Bank, Maharashtra Bank, ഈ സ്റ്റോക്കിൽ ഒരു ലോ റിസ്ക് എൻട്രി അവസരം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. സ്റ്റോക്കിന്റെ കേസിൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കാം 460 രൂപ. ഓൾറെഡി കൈവശം ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 400 രൂപ നമ്മുടെ സപ്പോർട്ട് ലെവലായിട്ട് വാച്ച് ചെയ്യുക. സർ, അടുത്തതായിട്ട് KPI ഗ്രീൻ എനർജിയുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി ഇപ്പോൾ ഏകദേശം 4% മുകളിൽ ഒരു നേട്ടത്തിലാണ് വ്യാപാരം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. വ്യാപാരം തുടങ്ങിയ ആദ്യ മിനിറ്റുകൾ ഏകദേശം 8% വരെ നേട്ടമുണ്ടാക്കിയിരുന്നു. പ്രത്യേകിച്ചും ഡിസംബർ 30 കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് നടക്കാനിരിക്കുകയാണ്. ബോണസ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് ബന്ധപ്പെട്ട തീരുമാനങ്ങളൊക്കെ എടുക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന അപ്ഡേറ്റ്സുകൾ. ഈ ഒരു ഓഹരി എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത്? ലോങ് ടേമിൽ കൺസിഡർ ചെയ്യേണ്ട ഒരു ഓഹരിയാണോ KPI ഗ്രീൻ എനർജി?
So KPI Green is a small cap stock and 2021 ഓഗസ്റ്റ് മാസത്തിലായിരുന്നു ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അറൌണ്ട് 100 രൂപയ്ക്ക് അടുത്തായിരുന്നു ലിസ്റ്റിംഗ് പ്രൈസ്. നിലവിൽ ഈ സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തി വരുന്നത് ഇറ്റ് ഇസ് അറൌണ്ട് 1200-1300 ലെവൽ. ഏകദേശം ഒരു 10 ദിവസം മുൻപ് ഇതൊരു ഓൾ ടൈം ഹൈ 1400 രൂപ വരെ എത്തിയിരുന്നു. ഈ കറന്റ് ഹൈ ലെവൽസിൽ ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. കമ്പനി ബോണസ് അനൗൺസ് ചെയ്തേക്കാം എന്നുള്ളൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ പാടില്ല. ഇറ്റ് വിൽ ബിക്കം വെരി വെരി റിസ്കി. സോ നമ്മളിനി അറിയാൻ ആഗ്രഹിക്കുന്നത് കൊറോമൻഡൽ ഇന്റർനാഷണൽ ലിമിറ്റഡിനെ കുറിച്ചാണ്. 1239.5 ഇപ്പോൾ നമുക്ക് ഈ ഓഹരി വില വ്യാപാരം കൂടുന്നത്. നമുക്ക് 52 വീക്ക് റേഞ്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ 838 നിന്നും 1271.55, അതായത് ഒരു വർഷത്തിൽ തന്നെ നമുക്ക് 40% റിട്ടേൺ നൽകാൻ പറ്റിയ ഒരു ഓഹരി തന്നെയാണ്. ഇത്തരം ഒരു ഓഹരിനെ കുറിച്ച് മുമ്പോട്ടുള്ള ഫോർകാസ്റ്റ് എങ്ങനെയാണ്? നമുക്ക് ലോങ് ടേം പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുകയാണെങ്കിൽ പരിഗണിക്കപ്പെടേണ്ട ലെവൽസുകൾ ഏതൊക്കെയാണ് സർ? ഏത് സ്റ്റോക്കിനെ കുറിച്ചാണ് ചോദിച്ചത്? കൊറോമൻഡൽ ഇന്റർനാഷണൽ ഫിനാൻസ്. കൊറോമൻഡൽ ഇന്റർനാഷണൽ ഔട്ട്ലുക്ക് വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. Again, this is a mid-cap stock, so ഈ സ്റ്റോക്കിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. ഇന്നലത്തെ ട്രേഡിംഗിൽ സ്റ്റോക്ക് ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈലോട്ടായിരുന്നു എത്തിച്ചേർന്നത്. ഓൾമോസ്റ്റ് ഒരു 1270 രൂപയ്ക്ക് അടുത്തായിരുന്നു. ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ നോട്ട് അഡ്വൈസബിൾ. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാം. സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് ഏരിയ 1170. സർ, അടുത്തായിട്ട് അദാനി ഗ്രൂപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഭൂരിഭാഗം ഓഹരികളും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൽ തന്നെയാണ്. പ്രത്യേകിച്ചും അദാനി ഗ്രീൻ എനർജിയിലൊക്കെ 0.45% ഒരു ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. അദാനി ഗ്രീൻ എനർജിയിൽ ഒരു ലോങ് ടേമിലേക്ക് കൺസിഡർ ചെയ്യേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ അദാനി ഗ്രീൻ, അദാനി സ്റ്റോക്സിൽ ഇന്നൊരു ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം ഞാൻ കാണുന്നില്ല. കാര്യം അനിലൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ അഡാനി സ്റ്റോക്സിൽ നമുക്കൊരു ചെറിയ തോതിൽ പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് അവസാനിക്കട്ടെ, അതിനുശേഷം പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. സോ നെക്സ്റ്റ് നമ്മൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ITC പറ്റിയാണ്. ഇപ്പോൾ 0.47%, 1% നേട്ടം കൈവരിച്ചിരിക്കുന്ന ഇത്തരമൊരു ഓഹരി 459.4 ഇപ്പോൾ ഓഹരി വില കാണാൻ സാധിക്കുന്നത്. 52 വീക്ക് റേഞ്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ 326 നിന്നും 500 ലെവലോടെ നമുക്ക് ആ ടച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഇത്തരമൊരു ഓഹരിന്. മുന്നോട്ടുള്ള സർ ലോങ് ടേം പെർസ്പെക്റ്റീവ് നമുക്ക് ITC പറ്റി എന്താണ്? പരിഗണിക്കപ്പെടേണ്ട ലെവൽസുകൾ ഏതൊക്കെയാണ് സർ? സോ ITC കഴിഞ്ഞ ഒരു 3-4 മാസത്തിനിടെ ഇറ്റ് ഹാസ് ബീൻ കൺസോളിഡേറ്റിംഗ് ഇറ്റ് സെൽഫ് ആൻഡ് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ ബുള്ളിഷായി തന്നെ തുടരുന്നു. സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ഏരിയ 463 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻ. സർ, അടുത്തതായിട്ട് റെയിൽ വികാസ് നിഗം ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഓഹരി ഇപ്പോൾ വളരെ ഒരു നേരിയ ഇടിവാണ് രേഖപ്പെടുന്നത്. 0.14% ഇടിവാണ് RVNL ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. കമ്പനിയുടെ അല്ലെങ്കിൽ ഓഹരിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ഒരു മാസത്തിനിടെ ഏകദേശം 8% നേട്ടമാണ് നൽകിയിട്ടുള്ളത്. എന്നാൽ ഇയർ ടു ഡേറ്റിലേക്ക് വരുമ്പോൾ 161% നേട്ടം ഈ ഓഹരി നൽകിയിട്ടുണ്ട്. RVNL ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട നിലപാട് എന്താണ്? സോ RVNLന്റെ പ്രിവെയിലിംഗ് ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ദ ഷോർട്ട് ടേം ട്രെൻഡ് സെപ്റ്റംബർ മാസത്തിൽ 200 രൂപ എത്തിയതിനെ തുടർന്ന് ഇറ്റ് ഹാസ് ബീൻ ട്രെൻഡിങ് സൈഡ് വേസ്. സോ ഈ സ്റ്റോക്കിന് വളരെ ശക്തമായ ഒരു സപ്പോർട്ട് 140 ശക്തമായ ഒരു റെസിസ്റ്റൻസ് 200 രൂപയിലും കാണുന്നുണ്ട്. സോ ഇതിൽ ഏതെങ്കിലും ഒരു ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ട്രേഡിംഗ് അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ. സോ ടിൽ ദെൻ സ്റ്റേ ഔട്ട് ഓഫ് ദ സ്റ്റോക്ക്.
മാരിക്കോ ഓഹരിനെ പറ്റി സാറിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നു. മാരിക്കോ ഓഹരിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 0.5% നേട്ടമാണ് ഇത്തരമൊരു ഓഹരിക്ക് കൈവരിക്കാൻ സാധിച്ചത്. 536.75 ഇപ്പോൾ നമുക്ക് ഷെയർ പ്രൈസ് വ്യാപാരം കൊള്ളുന്നത്. 52 വീക്ക് റേഞ്ച് നോക്കുകയാണെങ്കിൽ 462.7 നിന്നും 595 വരെ ഇത്തരമൊരു ഓഹരിക്ക് നല്ല അപ് ട്രെൻഡ് റാലി നൽകാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരമൊരു സ്റ്റോക്കിനെ കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? മുന്നോട്ട് നമ്മൾ ലോങ് ടേം പെർസ്പെക്റ്റീവിൽ പരിഗണിക്കപ്പെടേണ്ട ലെവൽസുകൾ ഏതൊക്കെയാണ്? സോ മാരിക്കോ നമുക്ക് ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി ആയിട്ട് നമുക്ക് വാച്ച് ചെയ്തുകൊണ്ടിരിക്കാം. സോ മാരിക്കോന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നിലവിൽ സൈഡ് വേസ് ആയിട്ട് കാണുന്നത്, ബട്ട് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. സ്റ്റോക്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 552 രൂപയായിരിക്കും. 552 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ യു വിൽ ഗെറ്റ് എ ലോ റിസ്ക് എൻട്രി ഓപ്പർച്യൂണിറ്റി. സർ, അടുത്തായിട്ട് LICയുമായി ബന്ധപ്പെട്ടുള്ള സാറിൻ്റെ ഒരു വ്യൂ ആണ് അറിയാൻ ആഗ്രഹിക്കുന്നത്. ഇന്നലെ LICയിൽ വലിയൊരു മുന്നേറ്റമായിരുന്നു കാഴ്ചവെച്ചിരുന്നത്. ഒരു പുതിയ 50 വീക്ക് ഹൈ റേഞ്ച് ആയിട്ടുള്ള 825.95 എന്നൊരു റേഞ്ച് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിൽ തന്നെയാണ് ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. 819.45 രൂപ എന്ന റേഞ്ചിൽ 0.24% ഇടിവാണ് രേഖപ്പെടുത്തുന്നത്. LICയെ സംബന്ധിച്ച് സാറിൻ്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? അതിനോടൊപ്പം തന്നെ NICലിനെ സംബന്ധിച്ചുള്ള സാറിനോട് ചോദ്യം ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുമായി ബന്ധപ്പെട്ട് സാറിൻ്റെ വ്യൂ കൂടി ചോദിക്കുകയാണ്. ഓഹരി ഇപ്പോൾ 0.59% നേട്ടത്തിൽ 214.5 എന്നൊരു റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് പോകുന്നത്. ഓഹരി 50 വീക്ക് ഹൈ ക്രിയേറ്റ് ചെയ്ത് ഡിസംബർ 1 ആയിരുന്നു 261.9. ഇൻഷുറൻസ് മേഖലയിൽ നിന്നുള്ള ഈ രണ്ട് പൊതുമേഖലാ ഓഹരികളെ എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത്? സോ LICയുടെ കേസിൽ നമ്മൾ ഓൾമോസ്റ്റ് 5-6 ആഴ്ചകൾക്ക് മുൻപായിരുന്നു ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ ആദ്യമായിട്ട് ഈ ഫോറത്തിൽ സംസാരിച്ച് തുടങ്ങിയത്. ആൻഡ് ആ സമയം മുതൽ തന്നെ വി ഹാവ് ബീൻ വെരി വെരി ബുള്ളിഷ്. സോ നിലവിൽ സ്റ്റോക്ക് നല്ല പറഞ്ഞതുപോലെ ഒരു 52 വീക്ക് ഹൈ വരെ ഇന്നലെ എത്തിയിരുന്നു. ആൻഡ് ദ ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്കിൽ ഈ ലെവൽസ് മുതൽ പീരിയോഡിക്കലി നമുക്ക് പ്രോഫിറ്റ് ടേക്കിംഗ് എക്സ്പെക്ട് ചെയ്യാം. ബട്ട് നമ്മൾ ആ ഒരു ലോങ് ടേമിന് വേണ്ടി ഹോൾഡ് ചെയ്യാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ സ്റ്റോക്ക് പുതിയൊരു ഓൾ ടൈം ഹൈയിലോട്ട് എത്തും. നിലവിലുള്ള ഓൾ ടൈം ഹൈ ഇസ് ബിറ്റ്വീൻ 920-930 ലെവൽ. ആൻഡ് കമ്പനി ഒരു 1.5 വർഷം മുൻപ് IPO ആയിട്ട് വന്ന സമയത്ത് ഇഷ്യൂ പ്രൈസ് അറൌണ്ട് 942 റുപ്പീസ് ആയിരുന്നു. ആ ഒരു ലെവലും ബ്രേക്ക് ചെയ്യുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നത്. കറക്ഷൻ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും വി ക്യാൻ കൺസിഡർ ലോങ് പൊസിഷൻസ് ഇൻ ദി സ്റ്റോക്ക്. നമ്മൾ ന്യൂ ഇന്ത്യ അഷുറൻസിലോട്ട് വരുമ്പോഴേക്കും ന്യൂ ഇന്ത്യ അഷുറൻസ് അറ്റ് ദ മൊമെന്റ് ഒരു സൈഡ് വേസ് ട്രെൻഡാണ് കാഴ്ചവെക്കുന്നത്. ബട്ട് സ്റ്റോക്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാവുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ വിൽ ബി അറൌണ്ട് 224. 224 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് അതിന്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ടിൽ ദെൻ ലെറ്റ് us just wait and watch. സാർ, ഏതായാലും സാറിനെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് ഇന്നത്തെ ഒരു ബുള്ളിഷ് വിപണിയിൽ സാറിൻ്റെ ഫോക്കസിലുള്ള ഓഹരികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ്? അത് മെയിനായിട്ട് ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഇസ് ദ ലോ വാല്യൂ PSU ബാങ്ക്സ് ലൈക്ക് യൂക്കോ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, IOB എക്സെട്ര. പിന്നെ നമ്മൾ ഇപ്പോൾ സംസാരിച്ച ന്യൂ ഇന്ത്യ അഷുറൻസ് തീർച്ചയായിട്ടും ഞാൻ ശ്രദ്ധിച്ച് കൊണ്ട് തന്നെ ഇരിക്കുന്നു. അതിൽ 224 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐ ബിലീവ് ദാറ്റ് നമുക്കൊരു ലോ റിസ്ക് ബൈങ് അവസരം ലഭിക്കുമെന്ന്.